നമസ്കാരം. വയസ്സ് എത്രയായി 30 എന്ന മലയാള ചലച്ചിത്രത്തിന്റെ പത്രസമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ മാസം തിയേറ്ററിലെത്തുകയാണ്. മാർച്ച് 28-ാം തീയതി. ചിത്രം പപ്പൻ ടി നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രം അജയനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ക്രീൻ പ്ലേ ഡയലോഗ് ഫൈസൽ അബ്ദുള്ള ആൻഡ് ഷിജു യൂസി ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. വയസ്സ് എത്രയായിലെ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരുമാണ് പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത്. പ്രധാന വേഷം ചെയ്ത ഷിജു യൂസി തിരക്കഥാകൃത്താണ്. ക്യാമറാമാൻ ചിത്രൻ, അതോടൊപ്പം തന്നെ മ്യൂസിക് ഡയറക്ടർ ശിബു സുകുമാരൻ, നിർമ്മാതാവ് അജയനി, സംവിധായകൻ പപ്പൻ ടി നമ്പ്യാർ, നായകൻ പ്രശാന്ത് മുരളി. നമ്മുടെ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ താരമുണ്ട് പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ. 99 വയസ്സുള്ള നമ്മുടെ നാരായണി അമ്മൂമ്മ ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഉണ്ണിരാജ, നായിക ചിത്ര നായർ, രമ്യ സുരേഷ്, പ്രദീപ് ബാലൻ പറഞ്ഞതുപോലെ ഇത്രയും പേരാണ് പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സബ്ജക്ട് എടുക്കാനൊരു കാരണം? അങ്ങനെ ചോദിച്ചാൽ ഇതിന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ, സമകാലിക പ്രസക്തി ഈ കഥക്കുണ്ടല്ലോ. ഈ 30-35 വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്ത ആൾക്കാർ, ഞാൻ പറഞ്ഞു നമ്മളെ കേരളത്തിൽ അങ്ങോളം നടക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ഞങ്ങൾ നാട്ടിൽ നോക്കാം, വടകര ഭാഗത്തൊക്കെ കേരളത്തിൽ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് കൊടകിലും മൈസൂരൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ ബ്രോക്കർമാർ ശരിക്കും ഇതൊരു കച്ചവടമാക്കിയിരിക്കുകയാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ബ്രോക്കർക്ക് ഒരു 3 ലക്ഷം, പെണ്ണിന്റെ അമ്മക്ക് 2 ലക്ഷം, അപ്പൊ അങ്ങനെ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ നമ്മളൊരു വിഷയം തന്നെ, അപ്പൊ അത്തരത്തിലൊരു സമകാലിക പ്രസക്തി തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കഥയെ തിരഞ്ഞെടുത്തു. മാത്രമല്ല നമ്മൾ ഒരു നർമ്മത്തിൽ ചാലിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നോർമലി ശരിക്കും കാരണം കഴിഞ്ഞ ഒരു സെൻസസ് ഉണ്ടായിരുന്നു കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല. കാരണം വെച്ചാൽ കൂടുതൽ പറയുന്നത് ഇൻഡിപെൻഡന്റ് ആവുക, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം പറഞ്ഞാൽ അത്രയും സക്സസ്ഫുൾ ഒന്നുമല്ല. അപ്പോൾ അവർക്ക് തോന്നുന്ന പോലെ അങ്ങനത്തെ ഒരു റിപ്പോർട്ടായിരുന്നു വന്നിരുന്നത്. ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെപ്പോലും എന്താ പറയുക, വേറെ ഓപ്ഷൻസും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സൊസൈറ്റി ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേപോലെ സബ്ജക്റ്റ് എത്രത്തോളം റെലവെന്റ് ആകുന്നു? പറഞ്ഞല്ലോ, സിനിമ എന്ന് പറയുന്നത് ഏതാണ് വിജയിക്കുക, ഏത് വിജയിക്കില്ല എന്നും നമുക്ക് നേരത്തെ ഒരു പരിധിവരെയല്ലാതെ പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് എത്ര നല്ല കഥയായാലും ചിലപ്പോൾ അത് എന്താ പറയുക, മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടോ മീഡിയ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഈ സിനിമ വിജയിക്കും എന്നുള്ളത് ഞങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള വിശ്വാസമാണ്. ഇത്തരം കഥ തിരഞ്ഞെടുക്കാൻ അത് തന്നെയാണ് കാരണം. നമസ്കാരം. നമസ്കാരം. എല്ലാവരും പോയി കാണണേ. ഇപ്പൊ മക്കളെല്ലാം കൂട്ടിയിട്ട് കാണിക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടല്ലേ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്? ആദ്യമായിട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെല്ലാം നല്ല സപ്പോർട്ടാ. ഇൻപകയില് ഒരു കുട്ടീനെ കിട്ടായിട്ടല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇതുണ്ട്, എല്ലാ സപ്പോർട്ടുണ്ട് ഞങ്ങളൊക്കെ സിനിമേനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് എല്ലാവരും പോയി കാണണം. ഒത്തിരി സങ്കടപ്പെട്ടു ഞാളില്ലാത്തത്. ഈ പടത്തിന്റെ പ്രൊമോഷൻ വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് മുത്തശ്ശിയാണ് നിർവഹിച്ചത്. അപ്പോൾ മുത്തശ്ശി എന്നപ്പോൾ പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് വേണ്ടിയാണ് കൊടി വീശിയത്, അതിനുശേഷം മോന്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് കൊടി വീശിയത്. പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടി കാട്ടിയിരിക്കുന്നത്. ഇപ്പൊ മോന്റെ സിനിമക്കും വേണ്ടിയിട്ട് കൊടി. പണ്ടൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, നാടകത്തിൽ പോയി കാണും പോയിട്ടുണ്ടാണല്ലോ. അഭിനയം ഇഷ്ടമായിരുന്നു? എല്ലാം ഇഷ്ടമായിരുന്നു. നാടകത്തിലും പോയത് സിജുവ അതിന് വന്നെല്ലാത്തിലും പോയി. അതിൽ ജയിച്ചിട്ട് പോയി, ജയിച്ചിട്ട് കുഞ്ഞിന് ഇത്തിരി ആയാലേ. പ്രശാന്തേട്ടാ, ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പ്രത്യേകത പറഞ്ഞു, കറണ്ട് കിട്ടാനില്ലാത്ത സ്ട്രഗിൾ ചെയ്യുന്ന ഒരു യുവാവിന്റെ ശരിക്കും ഇങ്ങനെ ഒരു കഥാപാത്രം കേട്ട് അപ്പൊ മനസ്സിൽ എന്താണ് ഫസ്റ്റ് വന്നത്? ഈ കഥയിലെ കഥാപാത്രം കേട്ടപ്പോ ഫസ്റ്റ് എനിക്ക് ആദ്യം ഒരു ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി അറിയത്തില്ലാത്തൊരു സോഷ്യൽ സിറ്റുവേഷനും അല്ലെങ്കിൽ ഇമോഷണൽ സിറ്റുവേഷനും ഒക്കെയാണ് പെണ്ണ് കിട്ടാത്ത അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ ചേട്ടനും സെയിം സിറ്റുവേഷനിലാണ് പോകുന്നത്. അവന് 33-34 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഉണ്ടേ പോലും ചിന്തിക്കുന്നില്ലാത്ത ഒരു സംഭവമാണിത്. അപ്പം ഈ പറയുന്ന പോലെ പെണ്ണ് കെട്ടിയാലേ പറ്റൂ എന്നുണ്ടോന്ന് ചോദിച്ചാൽ അറിയില്ല.
പക്ഷെ ഈ പറയുന്ന ഞാൻ ഈ ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ ഈ ബ്രിഗേഷ് എന്ന് പറയുന്ന കഥാപാത്രമോ അല്ലെ ആ കഥാപാത്രത്തോട് സാമ്യമുള്ള വ്യക്തികൾക്കോ പെണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ അവർ കണ്ടുവന്നിട്ടുള്ള സാധനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സാധനം കിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറൊരു സംഭവം ഉണ്ടാവുമല്ലോ, അതായിരിക്കാം. അപ്പൊ അത് ആ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാണ് മനസ്സിലായത്. ശരിക്കും വയസ്സൊരു മാറ്ററാണോ? ശരിക്കും വയസ്സൊരു മാറ്റർ അല്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ എന്തുമാത്രം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നോക്കുന്നു അല്ലെ സൂക്ഷിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. മനസ്സ് വളരുന്നതനുസരിച്ച് ശരീരം വളരും ആയിരിക്കും അല്ലെ. എല്ലാം ഇന്റർ റിലേറ്റഡ് ആണല്ലോ. ഭയങ്കര ടെക്നിക്കൽ പ്രായം ഇപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ. പണ്ട് പിന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നതുകൊണ്ട് പെട്ടെന്ന് പ്രായമാകുന്ന പോലെ ആളുകൾക്ക് തോന്നിയിരിക്കും. അപ്പം പക്ഷെ നമ്മൾ കുറെ കൂടെ കംഫർട്ടബിൾ ആണ്. നമ്മുടെ ജോലി മാറി, ഭക്ഷണ രീതി മാറി, സോഷ്യൽ സിറ്റുവേഷൻ മാറി. അപ്പോൾ പെട്ടെന്ന് പ്രായമാകുന്ന കുറച്ച് കുറഞ്ഞ ഒരു സംശയമുണ്ട്. എനിക്ക് തന്നെ ഇപ്പൊ കണ്ടിട്ട് വലിയ പ്രായം അല്ലേ. ചേട്ടനെ കുറിച്ച് തന്നെ മലയാള സിനിമയുടെ മറ്റൊരു ഭഗത്പാസിൽ ആളുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെയാണ്. ശരിക്കും ആ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ എന്താ പറയാ, കളിയാക്കുന്ന പോലെയാണോ തോന്നുന്നത്? അത് അഭിമാനമാണോ തോന്നുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ കളിയാക്കാൻ വേണ്ടി ആയിരിക്കില്ലായിരിക്കും പറയുന്നതെന്നാണ്. അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ക്വാളിറ്റി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഏതോ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിനെ പോലെയൊക്കെ അഭിനയിക്കാൻ പറ്റിയാൽ അതൊരു വലിയ ഭാഗ്യമാണ്. ആ റേഞ്ചിൽ അല്ലെങ്കിൽ അയാൾ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾ ഒരു ക്യാരക്ടർ കൺസീവ് ചെയ്യുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ മാലിക്കിനകത്ത്. അപ്പൊ ആ ഒരു എഫേർട്ടിൽ ഒരു പടം ചെയ്യാൻ പറ്റിയത് അത് വലിയ ഭാഗ്യമായിരിക്കും. മലയാളികളുടെ സുമലത ടീച്ചർ ഫസ്റ്റ് ആദ്യ സിനിമ തന്നെ ഇത്രത്തോളം ഒരു സിഗ്നേച്ചർ തന്നൊരു സിനിമ. അപ്പോൾ ഇപ്പോഴും മലയാളികൾ അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അതിനുശേഷം വരുന്നൊരു ചിത്രമാണ് ഇത്. ഇതിലെ കഥാപാത്രം എങ്ങനെയാണ്? ഇതില് പ്രശാന്ത് ഏട്ടൻ ചെയ്യുന്ന ബ്രിഗേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സഹോദരി കവിതയാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ ഒരു കുടുംബത്തില് കാണാൻ പറ്റുന്ന ഒരു സഹോദരി, എല്ലാ ഇമോഷൻസും ഉള്ള ഒരു സഹോദരി ബന്ധം, അങ്ങനെ തന്നെ നമ്മുടെ സുബ്രത ടീച്ചർ എടുക്കുകയാണെങ്കിൽ അതിലൊരു ക്യാരക്ടർ പ്രസന്റേഷൻ ഉണ്ട്, ഒരു ചെയ്യുന്ന രീതിയിലായാലും അതായിരിക്കും കുറച്ചുകൂടെ പ്രേക്ഷകരിലേക്ക് അട്രാക്ട് ചെയ്യിച്ച ഒരു എലമെന്റ്. ഈ സിനിമയിലെ കഥാപാത്രത്തെ എങ്ങനത്തെ ഒരു സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടോ? അങ്ങനെ അഗാധമായി പറയാൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല. അങ്ങനെ ക്യാരക്ടർ എന്താ വെച്ചാൽ ഞാൻ ഈ പറയാൻ കാരണം വെച്ചാൽ ഈ സുമലത എന്ന് പറയുന്ന ക്യാരക്ടറും എന്തില് ഇങ്ങനെ ആൾക്കാരെ സ്വീകരിക്കും, ഇതിങ്ങനെ ഒരു കോമഡി ജോണറാണെന്ന് പോലും ചെയ്യുന്ന സമയത്ത് എനിക്ക് തിരിയുന്നുണ്ട്, മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരാളെ അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ നല്ല ഒരുപാട് ചെയ്യാനുണ്ട്, എല്ലാ ഇമോഷൻസും ഉണ്ട്. പറയുന്നില്ല, അതാ ഞാൻ പറഞ്ഞത്. അത്ര എക്സ്പീരിയൻസ് പറയാൻ എനിക്ക് അറിയുന്നില്ല. അതാ അതേ എത്നാത്ത കേസോടല്ലേ അതിന്റെ സ്വീക്കൽ എനിക്കൊന്ന് പ്രേക്ഷകർ എത്ര സ്വീകരിച്ചുകൊണ്ടാവാം ചിലപ്പം സ്വീക്കൽ ഒരു ഇത് വരാൻ കാരണം. ഡയറക്ടർ ഇങ്ങനെ ഒന്ന് പറയാം, നമുക്ക് അതിന്റെ ഒരു സീക്വൽ ചെയ്താലോ പറയാൻ എന്തായാലും പേടി വേറൊന്നുമല്ല. അതേപോലെ തന്നെ ഇപ്പൊ ഈ വയസ്സത്രയിൽ വന്ന സമയത്തും 2 ദിവസം കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാന്നില്ല മൈൻഡോടെയാ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞ് ഇവരൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് കൈയിട്ടേ പോകുന്നത് മനസ്സിലായി, എല്ലാവരും സപ്പോർട്ട്. കാരണം പപ്പേട്ടൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാള്, വയസ്സ് പറയില്ലെങ്കിലും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരാള്. അപ്പോ വഴക്ക് കിട്ടും പെട്ടെന്ന് തിരിച്ചു പോകുന്നു വിചാരിച്ചു. അതുപോലെ ഷിജു ഏട്ടൻ, രമ്യേച്ചി, പ്രശാന്ത് ഏട്ടൻ, ഉണ്ണിയേട്ടൻ, ഇവരെ കൂടെയൊക്കെ ഇല്ല എന്തായാലും ഒഴിവാക്കില്ല. എന്റെ നാട്ടിൽ എന്റെ ഇൻസ്പിറേഷൻ എന്റെ ഉണ്ണിയേട്ടൻ. അപ്പൊ ഇവരൊക്കെ കൂടെ ചെയ്യാൻ പറ്റുമ്പോ അവരെ കൂടെ എങ്ങനെ പിടിച്ച് നിൽക്കുക എന്നുള്ള പേടിയാണ് ഉണ്ടായത്. പക്ഷെ അതെല്ലാം അവര് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അവർക്ക് സിനിമ നന്നാവണല്ലോ, പിന്നെ നല്ല രീതിയിലാക്കണമല്ലോ. അത്രയും നല്ല കംഫർട്ട് സോൺ ആയിരുന്നു. ഇപ്പം അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയാൻ ഏജ് ഒരു എപ്പോഴും ഇത്ര പ്രായത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ ഒരു ഫോഴ്സ് മാരേജ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇപ്പോഴും പല സ്ഥലത്ത് ഇല്ലെന്ന് പറഞ്ഞപ്പോഴും ഉണ്ട്. നിങ്ങൾ വയസ്സൊരു മാറ്റം, ഇത്ര വയസ്സിനുള്ളിൽ കല്യാണം കഴിഞ്ഞിരിക്കണം അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓരോ റീജിയനിൽ ഇപ്പോഴും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയിലായിപ്പോലും വയസ്സൊരു മാറ്ററായി പറയുന്നുണ്ട്. ഇത്ര വയസ്സായപ്പോഴേക്കും കല്യാണം കിട്ടുന്ന പെണ്ണ് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനും അതിന് വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് വിശ്വസിക്കുന്ന കഥ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ വയസ്സൊരു മാറ്ററാണ്. ഇപ്പോൾ പെൺകുട്ടികൾക്കായാലും ശരി ആൺകുട്ടികൾക്ക് ഓരോന്നും ഓരോ സ്റ്റേജാണ്. രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്. ശരിക്കും അതൊരു മാറ്ററാണ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരാള് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കോമൺ ആയിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല.
അതല്ല ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ആവാൻ എല്ലാരും നോക്കുന്നത്. പക്ഷെ അല്ലേ, അത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പൊ നമ്മളെ ഇങ്ങനെ ഈ പറഞ്ഞ ചോദ്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഈ കല്യാണം കഴിക്കണ്ട വിചാരിച്ച ഒരാളാണ്. ചൊറയിലല്ല, സത്യം പറഞ്ഞാല് ഞാൻ കുറെ വയസ്സായി കഴിക്കാൻ വേണ്ടി. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഞാൻ മുമ്പത്തുണ്ട് അവര് വീട്ടിൽ നിന്ന് വിടുന്നില്ല, ഭയങ്കര ചൊറ. അങ്ങനെ കഴിച്ചു പോയതാ. കഴിക്കുമ്പോ മനസ്സിലായിട്ട് ചൊറയാന്ന് ഏടെ ഒരു പെണ്ണും കിട്ടിയില്ല. കുടുങ്ങിപ്പോയതല്ല, പാവ അവള് കുടുങ്ങിയതാ, ഞാനല്ല കുടുങ്ങിയത്. അപ്പൊ കല്യാണം കഴിക്കാൻ കുറേ പോയതാ, ഒരു പെണ്ണ് കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ നാടകക്കാരൻ തന്നെ പറയും ഭയങ്കര സന്തോഷത്തോടെ. ചായലം കുടിച്ചിട്ടും നാടകക്കാരനെ പെണ്ണില്ല. പിന്നെ മനസ്സിലായത് ആരുടെ വീട്ടിൽ തന്നെ മിണ്ടാൻ പാടില്ല നാടകം എന്ന് പറഞ്ഞാൽ. അത് നാടകത്തോട്ട് നടക്കുന്ന ഒരു കാലല്ലേ. നാടകക്കാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരാണ്. അങ്ങനെ പെണ്ണില്ല. അങ്ങനെ ഒരു പറ്റി നാടകമല്ല, പെയിന്റിങ് പണിയാണ്, വാർപ്പ് തേപ്പ് അങ്ങനെല്ലാം പരിപാടി എടുക്കും. നല്ല ജോറായി ഹാപ്പി ഇത് അത് ഫിക്സ് ആയി. അങ്ങനെ അത് കല്യാണം കഴിച്ച് രണ്ടാമത്തെ ദിവസം പിന്നെ 5 ദിവസം ഒരാളെ കാണുന്നില്ല, നാടകത്തിന് പോയി. ഇത്തിരി സീരിയസ് ആണെന്ന് ആ പെണ്ണ് അറിഞ്ഞില്ല, പാവം. ഇപ്പൊ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ അതിന്റെ സീരിയസ് മനസ്സിലായി, പറഞ്ഞിട്ട് കാര്യമില്ല. കലാകാരനോട് അങ്ങനെ ഉണ്ട്, അവരെ ഇഷ്ടം അവരുടെ സ്നേഹം കലയും കൊണ്ട് നടക്കുമ്പോ അത് പെട്ടെന്ന് മാറ്റി വെക്കാൻ പറ്റൂല. ഇത് നല്ല രസമില്ല കഥാപാത്രം, മന്ദപ്പൻ ബാബു ശരിക്കും അങ്ങനത്തെ ക്യാരക്ടറേ. ആ രസമില്ല ക്യാരക്ടറാണ്. ഒരു വയസ്സത്ര 37, ഒരു രസകരമായ തമാശ അല്ലല്ലേ, ഒരു നാട്ടിൻപുറത്തെ ഒരു കഥാപാത്രമാണ്. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവരൊക്കെ പറഞ്ഞു, സാറൊക്കെ പറഞ്ഞു ചെയ്യോട്ടാ. പിന്നെ നല്ല ടീം, ഒരു നാട്ടിൻപുറത്തെ ഒരു സിനിമ, കുഞ്ഞു സിനിമയാണ്. എല്ലാവരും വളരെ രസകരമായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. ആ വടകര നാടിന്റെ ഒരു സ്നേഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്രയോ മാസം കഴിഞ്ഞാൽ അവര് കുറച്ച് ആൾക്കാർ ഇപ്പവും വീട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതൊരു സ്നേഹബന്ധം. ഇതെല്ലാം നമ്മളെ പ്രിയപ്പെട്ട ഒരു ടീം. ചില സ്ഥലത്ത് നമ്മൾ 2 ദിവസം ഒരു ദിവസം ഞാൻ ഉണ്ടാവില്ല, 10 ദിവസം ഉണ്ടായി. അപ്പൊ ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ടേ പോവും. അപ്പൊ അങ്ങനെ ഇത് ഒരു കുറച്ച് ദിവസമില്ല, 10-16 ദിവസമില്ല. അപ്പൊ ആ ഒരു ബന്ധു സ്നേഹം കിട്ടി, ഏറെ സ്നേഹം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ യാത്രക്ക് ഊർജം. അപ്പൊ സിനിമ എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. 28-ാം തീയതി ആടുജീവിതം വരുന്നുണ്ടല്ലോ, ബ്ലസ്സിയുടെ ആടുജീവിതം. അറിയാമല്ലോ, നേരത്തെ പറഞ്ഞ പോലെ വിദേശത്ത് പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്മരിയാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ആടുജീവിതത്തിൽ ചെമ്മരിയാടാണെങ്കിൽ ഈ സിനിമയിൽ നാടൻ 2 ആടുകളുണ്ട്. അപ്പൊ 2 ആടുകളെ പറ്റിയുള്ള കഥയായിരിക്കും ഒരു പക്ഷേ ഏറ്റുമുട്ടുക. ആ സിനിമയോട് ഏറ്റുമുട്ടേണ്ട ത്രാണിയൊന്നും ഞങ്ങൾ സിനിമക്ക് ഒരു പക്ഷേ ഉണ്ടാവില്ലായിരിക്കാം. അത് എന്താ പറയാ, ബെന്യാമിൻ എഴുതി ലക്ഷക്കണക്കിന് പ്രതികൾ വിറ്റ് കഴിഞ്ഞാൽ ഒരു നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ്. വലിയ പടം, വലിയ ഡയറക്ടർ, വലിയ സംഭവമൊക്കെയാണ്. ഈ 2 ആടുകൾ എങ്ങനെ ഈ ഒരേ ദിവസം വന്ന് ഭവിച്ചു എന്നറിയില്ല. ഇതിലും 2 ആട് ത്രൂ ഔട്ടായിട്ടുണ്ട്. പേടിയില്ല, പേടിയല്ല, പേടി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ പടം കുഴപ്പമില്ല. അത് വലിയ പടം, വലിയ മാസ് പടം, അത് അതിന്റെ രീതിയിൽ പോയി. അതിന് ഒരുപക്ഷെ അതിന് കയറുന്ന ആൾക്കാർ അതിന്റെ ഓവർഫ്ലോ നമുക്ക് ഇങ്ങോട്ട് കയറുമെന്നൊരു ഒരു ആശ്വാസം കൂടി ഈ പടത്തിലുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ചേട്ടാ കുറച്ചുമ്പോൾ പറഞ്ഞ പോലെ കലാകാരന്മാർക്ക് പെണ്ണ് കിട്ടില്ല, സിനിമക്കാർക്ക് പെണ്ണ് കിട്ടില്ല എന്നൊരു സിസ്റ്റം ഇപ്പോഴും ഉണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ കലാകാരന്മാരാണെങ്കിൽ? അത് പറയുന്നില്ല. പിന്നെ നമ്മള് സിനിമ എന്തായാലും മാർച്ച് 28 ഒരു നാടൻ നല്ല രസമില്ല പടമായിരുന്നു. അതൊരു സംശയമില്ല, മറ്റൊരു പടത്തിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു നാട്ടിൽ നമ്മൾ കുറച്ച് സിനിമകളിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ സിനിമ ഇതൊന്നും മോശമാവില്ല. ഈ സിനിമ നിങ്ങൾ എന്തായാലും പ്രേക്ഷകരോട് പറഞ്ഞത് കാണണം, കണ്ട അഭിപ്രായം പറയണം. വളരെ സന്തോഷം.